ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് സ്റ്റക്കായി പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പിഴച്ച പെൺകുട്ടി പ്രണയിച്ച അവളെ വഞ്ചിച്ചപ്പോണ്ടായിരുന്ന അവളുടെ ജീവിതത്തെക്കുറിച്ചാണ്. അവളുടെ ലോകം എന്ന് പറയുന്നത്, അവൾക്ക് 19 വയസ്സാണ്. മീനു എന്നാണ് പേര്. ഗ്രാമത്തിലെ കോളേജിൽ മലയാളം ബിരുദത്തിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ സ്വപ്നം വലിയൊരു എഴുത്തുകാരിയായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. ലാളിത്യവും ചെറുപുഞ്ചിരിയിൽ പോലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ളൊരു സ്വഭാവമാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയം അവളുടെ അച്ഛൻ ദേവദാസാണ്. ദേവദാസ് ഒരു സാധാരണ കർഷകനാണ്. ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു. സ്വന്തം മകളുടെ കണ്ണുനീര് പോലും ഞാൻ സഹിക്കില്ല എന്നുറച്ച അയാൾ മകൾക്കായിട്ട് ജീവിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെയാണ് മീനുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രണയം കടന്നു വരുന്നത്. കോളേജിൽ മീനുവിനെ കണ്ടതാണ് സുനിൽ. സുനിലിനൊരു 22 വയസ്സുണ്ടാവും. ആകർഷകമായിട്ടുള്ളൊരു യുവാവാണ്. വാക്കിൻ്റെ മധുരത്തിൽ ഏവരെയും കീഴടക്കാൻ കഴിവുള്ള ഒരാളാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ മീനുവിനെ പ്രണയിച്ചു തുടങ്ങി. നീ എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് എന്ന വാക്കുകൾ മീനുവിൻ്റെ മനസ്സിൽ സംഗീതമായിട്ട് വീണു. അവൾ സുനിലിൻ്റെ ലോകത്തേക്ക് മുഴുവനായിട്ടും പതിച്ചു കഴിഞ്ഞിരുന്നു. ദേവദാസൻ മകളുടെ മാറ്റം മുഴുവൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു വൈകുന്നേരം അവൾ മൊബൈലിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, മോളെ ആരോടാണെന്ന്. മീനു ആദ്യം മറച്ചു വെച്ചെങ്കിലും പിന്നീട് പറഞ്ഞു, അച്ഛാ നല്ല ആളാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദേവദാസിൻ്റെ കണ്ണുകളിൽ സംശയത്തിൻ്റെ ഇരുട്ട് കയറി തുടങ്ങി. മോളെ, ലോകം എല്ലായ്പ്പോഴും നല്ലവരാതെ നിറഞ്ഞിട്ടില്ല. ഒരാളുടെ വാക്കും അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കരുതെന്ന്. മീനുവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ ഒരു പഴയകാല കഥകളെ പോലെയൊക്കെ തോന്നി. അച്ഛനൊരു പഴയ മനുഷ്യനാണല്ലോ. സുനിലിൻ്റെ സ്നേഹം മറ്റു പല ആവശ്യങ്ങളിലേക്ക് മാറിത്തുടങ്ങി. നിനക്കൊപ്പം കൂടുതൽ സമയം ചെലവിടണം, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കും, അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞു തുടങ്ങി. ഒരു രാത്രിയിൽ കോളേജ് ട്രിപ്പിന് പോയപ്പോൾ അവൾ അവൻ്റെ വാക്കുകളിൽ വീണു. അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചൊരു പിഴവ് അവിടെ നടന്നു. മീനുവിൻ്റെ കരളർത്തൊരു വാർത്തയായിരുന്നു. സുനിൽ പതിയെ ആ ബന്ധം അവസാനിപ്പിച്ചു തുടങ്ങി. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് വിവാഹം നടക്കേണ്ടത് മറ്റൊരു പെൺകുട്ടിയായിട്ടാണെന്ന് വീട്ടുകാർ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മീനുവിൻ്റെ ലോകം മുഴുവൻ തകർത്തുകൊണ്ട് അയാൾ അവളിൽ നിന്ന് പതുക്കെ അകന്നകന്നു പോയി. മീനുവിൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും തോന്നിയ ഒരു ദിവസമായിരുന്നു അത്. ഒരു രാത്രിയിൽ അവൾ വിഷം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ദേവദാസ് ഭാഗ്യത്തിന് ആ സമയത്ത് അവൾക്കരികിലെത്തി. മോളെ, നീ ജീവിക്കണം, ഞാൻ നിന്നെ രക്ഷിക്കും. നീ ചെയ്ത പിഴവ് ജീവിതം മുഴുവൻ ഭാരമാക്കിയിട്ട് കൊണ്ടു നടക്കാനുള്ളതല്ല, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. അച്ഛൻ്റെ കണ്ണുനീരിൽ മകളുടെ ഹൃദയം ഉണർന്നു. അച്ഛനില്ലായിരുന്നെങ്കിൽ അവൾ ഉണ്ടാവുമായിരുന്നില്ല. ദേവദാസ് മകളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, വീണ്ടും നീ പഠിക്കണം, എഴുത്ത് തുടരുക, ലോകം നിന്നെ ചൂണ്ടിക്കാണിക്കട്ടെ എന്ന്. അവളുടെ കഥകൾ കോളേജ് മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പിന്നീട് ദേശീയ തലത്തിൽ നടന്ന മത്സരങ്ങളിലൊക്കെ സമ്മാനം നേടി. ചതിക്കപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ പിഴച്ച പെൺകുട്ടി എന്ന പദവി മാറിയിട്ട് പ്രതിഭാധനയായ എഴുത്തുകാരിയായിട്ട് അവൾ മാറി. വർഷങ്ങൾക്ക് ശേഷം മീനുവിൻ്റെ ഒരു നോവല് ബെസ്റ്റ് സെല്ലറായി. അത് അവളുടെ സ്വന്തം അനുഭവത്തിൻ്റെ രൂപാന്തരമായിരുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ അവിടെ എത്തിയിരുന്നു സുനിൽ. അവൻ അവളെ കണ്ടപ്പോൾ കണ്ണുകളെ താഴ്ത്തി. മീനു അവനെ നോക്കി പറഞ്ഞു, നീ എന്നെ വഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു എഴുത്തുകാരിയാവുമായിരുന്നില്ല. എൻ്റെ വിജയത്തിന് പിന്നിൽ നിന്നെപ്പോലെ ചതിച്ചവരും എൻ്റെ ജീവിതം തന്ന അച്ഛനും ഉണ്ട്. ജീവിതം വീണ്ടും അവൾക്ക് സന്തോഷങ്ങൾ നൽകി തുടങ്ങി. ഒരു പ്രസാധകൻ്റെ മകനായ അഭിജിത്ത് അവളുടെ എഴുത്ത് വായിച്ച് അവളെ സമീപിച്ചു. വായനയിലൂടെയും ചിന്തകളിലൂടെയും തുടങ്ങിയത് ഒരു സത്യപ്രണയമായിട്ട് വളർന്നു തുടങ്ങി. ഈ പ്രാവശ്യം വിശ്വാസവും ആദരവുമാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന് അവർ തിരിച്ചറിഞ്ഞു. വിവാഹവേദിയിൽ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് മീനു പറഞ്ഞു, അച്ഛനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നില്ലായിരുന്നു. എൻ്റെ ജീവൻ അച്ഛൻ തന്നതാണ്, അച്ഛൻ തന്ന സന്തോഷമാണ്. ഇന്ന് സന്തോഷത്തോടെ ഞാൻ ജീവിക്കാൻ ഒരുങ്ങുകയാണ്. ദേവദാസിൻ്റെ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞു.
മോളെ ഇന്നാണ് ഞാൻ വീണ്ടും ജനിക്കുന്നത് എന്ന് അയാൾ മോളോട് പറഞ്ഞു. ജീവിതത്തിൽ തെറ്റുകൾ ആർക്കും സംഭവിക്കും. പക്ഷെ ആരും പിന്തുണയായിട്ട് കൂടെ ഇല്ലെങ്കിൽ അവയൊക്കെ വഴിമാറിയ കഥകളായിട്ട് ഇങ്ങനെ മാറിപ്പോകും. ചതികൾ പലതും ഉണ്ടാവും. അതൊക്കെ നമ്മൾ തകർക്കും. അതൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കയറി വന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂലേ. വീണ്ടും നമുക്കൊരു പുതിയ കഥയുമായിട്ട് നാളെ കാണാം.